ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ കഷ്ടകാലം. ഇന്ന് എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് വല്ലാത്തൊരു നിമിത്തമായി. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ മാഡത്തിന് ഇപ്പൊ തന്നെ പഴങ്ങഞ്ഞെടുക്കാം. ഇവിടെ കേറി ഇറങ്ങി നിരങ്ങും. നീ എന്താ ഇവിടെ? എങ്ങനെ പോകുന്നു ജീവിതം? പഴയതുപോലെ തന്നെയാണോ അതോ നീ നന്നായോ? മാഡം എന്നെ പരിഹസിക്കാണോ? ഹേയ്, നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ. ഇല്ലാത്ത പുകിലൊക്കെ ഉണ്ടാക്കുകയാണല്ലോ സ്ഥിരം പരിപാടി. ഞാൻ ഇവിടെ വന്നത് എന്റെ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാനാ. എനിക്കെന്തേലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. അപ്പം മാഡം ഇടപെട്ടാ മതി. എവിടെ, എപ്പോ, എങ്ങനെ ഇടപെടണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഓ, ആയിക്കോട്ടെ. എന്തായാലും വന്ന കാര്യം കഴിഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. അതെ, ഇവിടെ പഴങ്കഞ്ഞിക്കട നടത്തുന്നത് നിങ്ങളാണോ? അത് ചോദിച്ചു കേട്ടില്ലേ? ഇവിടെ പഴങ്കഞ്ഞിക്കട നടത്തുന്നത് നിങ്ങളാണോന്ന്? അതെ സർ, ഞങ്ങള് ഈ കടയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ലൈസൻസ് പേപ്പറും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, സത്യമാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അത് ജില്ലാ കളക്ടർ ശാലിനി മേഡമാണ്. മേഡത്തിന് പഴങ്കഞ്ഞി വേണമെന്ന്. അയ്യോ മോളെ. മാഡം നമസ്കാരം സർ. പോലീസിനെ കണ്ടപ്പോ ഇവരാകെ പേടിച്ചേക്കുക. ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന വഴിയാ. പ്രതീക്ഷിച്ചതിനേക്കാൾ മീറ്റിംഗ് കുറച്ച് നീണ്ടു പോയതുകൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഇവരെല്ലാം നേരത്തെ കഴിക്കുകയും ചെയ്തു. വരുന്ന വഴിക്കാ ഇവിടെ ഒരു പഴങ്കഞ്ഞിക്കട ഉണ്ടെന്നറിഞ്ഞത്. എനിക്കും ഇതുപോലെ നാടൻ ഭക്ഷണങ്ങളോടാ ഇഷ്ടം. അതുകൊണ്ടാ പഴങ്കഞ്ഞി കഴിക്കാന്ന് കരുതി ഇങ്ങോട്ട് വന്നേ. അയ്യോ മാഡം, ഇന്ന് കടയില്ല. ഇല്ലേ? അതെന്തു പറ്റി? അത് മാഡം ഒരെണ്ണം പോലും ഇല്ല എടുക്കാൻ. മാഡം അത്രയും ആഗ്രഹിച്ചു വന്നതാ. അയ്യോ ഇല്ല, ഒന്നുമില്ല. ഇല്ലമ്മേ, കുറച്ചിരിപ്പുണ്ട്. എവിടെ? നീ മാറ്റി വെച്ചിട്ടുണ്ടോ? എല്ലാം തീർന്നു പോയാലോന്ന് വിചാരിച്ച് അമ്മ കാണാതെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പടി ഭയങ്കരി, നീയാള് കൊള്ളാലോ. എന്നാ മാഡം കുറച്ചിരിപ്പുണ്ട്, ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ, എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് വാ, അകത്തിരുന്ന് കഴിക്കാം. വരൂ. ശരി, വാ. മാഡം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. മാഡം മാഡം വരൂ. വാ, വരൂ മാഡം. മോളെ, ആ കസര ഇങ്ങോട്ട് എടുത്തിട്ടേ. ആദ്യം ആ ഫാനിട്ട് കസര ഇങ്ങോട്ട് ഇടും മോളെ. മാഡം ഇരിക്കേ. ഇത് നെല്ലിശ്ശേരിയിലെ സേതു അങ്കിളല്ലേ? അതെ. ഇങ്ങനൊരു കൂട്ടുകാരിയുള്ളതിനെ പറ്റി അർച്ചന ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവരുടെ വിവാഹത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് കളക്ടറൊന്നും അല്ലായിരുന്നു. പിന്നീട് തമ്മിൽ കാണുന്നത് ഇന്ന്. അർച്ചന
സേതു അങ്കിളിനെ മാഡത്തിന് എങ്ങനെ അറിയാം? നെല്ലിശ്ശേരി വീട്ടില് ഞാൻ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. അർച്ചന എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ. എന്താ എന്ത് പറ്റി? എന്തിനാ അമ്മ കരയുന്നത്? മാഡം, ഇത് അർച്ചനയുടെ അമ്മയാ. ഞാൻ അനീതി. അർച്ചന എവിടെയാ? എന്താ ഉണ്ടായത്? എല്ലാവരും എന്തിനാ സങ്കടപ്പെടുന്നത്? അതൊക്കെ വലിയ കഥയാ മാഡം. വർഷങ്ങൾ ഒരുപാടായി എന്റെ മോളെ അവളുടെ കുഞ്ഞിനെ കാണാതായിട്ട്. കാണാതായെന്നോ? ഈ നിമിഷം മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോ ഈ അവന്തികയുടെ പേരില. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ കഷ്ടകാലം. ഇന്ന് എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് വല്ലാത്തൊരു നിമിത്തമായി. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ മാഡത്തിന് ഇപ്പൊ തന്നെ പിണങ്ങഞ്ഞെടുക്കാം.